ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് രേവതിയുടെയും സച്ചിയുടെയും വെഡിങ് ആനിവേഴ്സറി ആണ്. അതിനു വേണ്ടിയിട്ട് ലക്ഷ്മി വീട്ടിലേക്ക് വരികയാണ് കേട്ടോ ക്ഷണിക്കാൻ. അവർക്ക് ഡ്രസ്സൊക്കെ മേടിച്ചിട്ടാണ് കേട്ടോ വരുന്നത്. ആ സമയത്ത് സച്ചി ലക്ഷ്മിയോട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ സ്വന്തം അമ്മയെ പോലെയാണ് കരുതുന്നത് എന്നുള്ള കാര്യത്തിൽ. ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതിക്ക് അത്രയും ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. ചന്ദ്രമതിക്ക് ശരിക്കും മുഖത്തടി കിട്ടിയതുപോലെയാണ് ഫീൽ ചെയ്യുന്നത്. ആ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐക്കാട്ടിലും അതുപോലെ പിൻ കമന്റ് ആയിട്ടും കൊടുത്തേക്കാവേ. ബാക്കി വിശേഷങ്ങൾ നോക്കാം. സച്ചി ട്രിപ്പിന് ഡീസൽ അടയ്ക്കാൻ വേണ്ടിയിട്ട് പൈസ എടുക്കാൻ വേണ്ടി വന്നതായിരുന്നു. പൈസയൊക്കെ എടുത്ത് ലക്ഷ്മിയുടെ അടുത്ത് യാത്ര പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ്. അത് കഴിഞ്ഞ് ലക്ഷ്മി നമ്മുടെ ശ്രുതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ, എങ്ങനെ പോകുന്നു ശ്രുതി? നന്നായിട്ട് പോകുന്നുണ്ട് ആന്റി എന്നുള്ള കാര്യം ശ്രുതി പറയുന്നുണ്ട്. നിങ്ങളെന്തോ കട ആരംഭിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് രേവതി പറഞ്ഞു എന്ന് പറയുമ്പോൾ അതെ, ശ്രുതി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടെന്ന് പറയാണ് കേട്ടോ. അതിനു മുമ്പ് രേവതി ഒരു നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ ശ്രുതി. എന്തായാലും നല്ല കാര്യം തന്നെയാണ്. അല്ല, നിന്റെ അച്ഛൻ എന്തോ ചെയ്യാത്ത തെറ്റിന് ജയിലിലാണല്ലോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് കേട്ടല്ലോ. ലക്ഷ്മി ആ കാര്യത്തെക്കുറിച്ച് ചോദിച്ചത് ചന്ദ്രമതിക്കും ശ്രുതിക്കും ഒന്നും അത്ര അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. തുടർന്ന് ലക്ഷ്മി പറയുന്നുണ്ട്, എന്തായാലും മോളെ നീ ഭയപ്പെടുകയൊന്നും വേണ്ട. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊക്കെ നടക്കും. എന്തിന്, കണ്ണകി കഥയിൽ വരെ നടന്നിട്ടില്ലേ? അത് മാത്രമല്ല, ഒരു അമ്പലത്തിന്റെ പേര് പറഞ്ഞു കൊടുത്ത് അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലത് നടക്കുന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു തവണ എന്തായാലും നീ അവിടെ പോയി നോക്കുന്നൊക്കെ പറയണേ. അപ്പോഴേക്കും ശ്രുതിക്ക് അങ്ങ് കൺട്രോൾ പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ശ്രുതിയുടെ മുഖം കണ്ടിട്ട് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, അല്ല നീ പരിഹാരം ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനുള്ള പണി തുടങ്ങിയെന്ന് ചോദിക്കാൻ കേട്ടോ ലക്ഷ്മിയുടെ അടുത്ത്. അപ്പോഴേക്കും അമ്മയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ശ്രുതിയും ചോദിക്കുന്നുണ്ട്, അതെന്താ ആ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് എന്താ ജയിലിന്റെ വാതിൽ തുറക്കോ എന്നുള്ള കാര്യം കളിയാക്കി ചോദിക്കാണ് കേട്ടോ ശ്രുതി. ഇത് കേൾക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, അത് വിശേഷപ്പെട്ട ഒരു അമ്പലമാണ്, അവിടെ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നല്ല കാര്യങ്ങൾ നടക്കും, അതാണ് അമ്മ പറഞ്ഞത്. തുടർന്ന് ലക്ഷ്മി വീണ്ടും പറയുന്നുണ്ട്, ശ്രുതി നീ അവിടെ ഒന്ന് പോയി നോക്ക്, ഉറപ്പായിട്ടും നിന്റെ അച്ഛൻ പുറത്തു വരും. അതിന് മറുപടിയായിട്ട് ചന്ദ്രമതിയാണ് കേട്ടോ പറയുന്നത്, അത് നിന്റെ അടുത്ത് ആരെങ്കിലും ചോദിച്ചോ? അവളെ പാവം അവളുടെ അച്ഛനെ ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന വിഷമത്തിലാണുള്ളത്. വീണ്ടും അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് അവളുടെ മനസ്സ് വേദനിപ്പിക്കുന്നു. ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നിങ്ങളുടെ മകൾക്ക് വിളിച്ചു പറയലാണോ പണി? അയ്യോ, അങ്ങനെയൊന്നുമില്ല. അവള് നടന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതും നമ്മള് ഒരു കുടുംബമായതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ എന്നൊക്കെ ലക്ഷ്മി പറയുമ്പോ നല്ല കഥയായി. അല്ല, വർഷയുടെ കുടുംബവും നിങ്ങളുടെ കുടുംബവും ഒന്നാണോ, അല്ലെങ്കിൽ ശ്രുതിയുടെ കുടുംബവും നിങ്ങളുടെ കുടുംബം ഒന്നാണോ എന്ന് ചോദിക്കാണ് കേട്ടോ ചന്ദ്ര. പൂച്ചയ്ക്ക് പൊട്ട് തൊട്ടഞ്ഞാൽ അത് പുലിയാവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ചന്ദ്രമതിയുടെ ഈ സംസാരം കേൾക്കുമ്പോ ചന്ദ്രേ നീ എന്താ ഈ ചോദിക്കുന്നത്? അവര് ശ്രുതിക്ക് നല്ലതിന് വേണ്ടിയിട്ടല്ലേ പറഞ്ഞത്? അവര് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ മകളെ കണ്ടിട്ട് പൊക്കോളാൻ വേണ്ടി പറ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കണ്ട. ഞാൻ സാധാരണ പോലെ പറഞ്ഞതാണ്, തെറ്റെന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണോ എന്ന് ലക്ഷ്മി പറയുമ്പോ, ലക്ഷ്മി നീ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല, നമ്മളെല്ലാവരും ഒരു കുടുംബമാണ്, അവള് എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചിട്ട് കാര്യാക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് രവി ലക്ഷ്മിയെ സമാധാനപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും രേവതി അമ്മയ്ക്ക് വേഗം പോണെന്നല്ലേ പറഞ്ഞത്, പോവാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് പിടിച്ചെഴുന്നേപ്പിക്കുന്നുണ്ട്. ദേവു കോളേജിൽ നിന്ന് വരാൻ സമയമായി എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം പറഞ്ഞുവിടാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ രേവതി. അപ്പോഴേക്കും രവി ചോദിക്കുന്നുണ്ട്, അല്ല ഇപ്പൊ വന്നതല്ലേ ഉള്ളൂ, അല്ല ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി അവിടെ നിന്ന് പോവാണ് കേട്ടോ. കൂടെ രേവതിയും ചെല്ലുന്നുണ്ട് പുറത്തേക്ക് കൊണ്ടുവിടാൻ. പോകുന്ന വഴിയിൽ വെച്ചിട്ട് നമ്മുടെ സച്ചി കാണുന്നുണ്ട് കേട്ടോ. അല്ല അമ്മേ ഇറങ്ങാനായോ? ഇപ്പൊ വന്നതല്ലേ ഉള്ളൂ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ, പോയിട്ട് മോനെ കുറച്ച് ജോലിയുണ്ട്. അല്ല അമ്മയുടെ മുഖം എന്താ വാടിയിരിക്കുന്നത്? ഒന്നുമില്ല, നാളെ വീട്ടിലേക്ക് വരണമെന്ന് പറയുന്നുണ്ട് കേട്ടോ സച്ചിയുടെ അടുത്ത്. ശരി എന്ന് പറയുന്നുണ്ട് സച്ചി. ലക്ഷ്മി പോയതിനു ശേഷം രേവതിയുടെ അടുത്ത് കുറച്ച് ചൂടുവെള്ളം എടുക്കാൻ വേണ്ടി പറയാണ് കേട്ടോ നമ്മുടെ സച്ചി. അത് പ്രകാരം തന്നെ രേവതിയാണെന്നുണ്ടെങ്കിൽ അടുക്കളയിലേക്ക് ചെല്ലാണ്. സച്ചിയെ അവിടെ ഇരുന്നു കൊണ്ട് ലക്ഷ്മി കൊണ്ടുവന്ന പലഹാരമൊക്കെ ഓപ്പൺ ചെയ്തുകൊണ്ട് രവിക്ക് അരികിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അടുക്കളയിൽ നിൽക്കുന്ന രേവതിക്ക് അരികിലേക്ക് ചന്ദ്രയും അതുപോലെ ശ്രുതിയും കൂടി ചേർന്ന് ചെല്ലുന്നുണ്ടേ. നിന്റെ അടുത്ത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നടക്കുന്ന ഒരു കാര്യവും പുറത്ത് പറയരുത് എന്ന്. ഞാൻ എന്റെ അമ്മയുടെ അടുത്തല്ലേ പറഞ്ഞെന്ന് രേവതി ചോദിക്കുമ്പോ, ഈ വീട്ടിലെ കാര്യങ്ങൾ പുറത്തു പോകാൻ പാടില്ല. ശ്രുതിയുടെ അച്ഛൻ എത്ര വലിയ മനുഷ്യനാണ്, അവരോടൊപ്പം നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച് സംസാരിച്ചിട്ട് പോകുന്നു നിന്റെ അമ്മ. ഇനി ഒരു തവണയും കൂടി ഇങ്ങനെ വന്ന് സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചുമ്മാ ഇരിക്കില്ല. പറഞ്ഞില്ലെന്ന് വേണ്ട, ഈ വീട്ടിലേക്ക് പിന്നെ അവരെ കയറ്റാത്ത രീതിയിൽ ഞാൻ സംസാരിക്കും. വന്നിട്ട് പൊക്കോളാൻ വേണ്ടി പറഞ്ഞോളാം നിന്റെ അമ്മയുടെ അടുത്ത്. തുടർന്ന് ശ്രുതിയും പറയുന്നുണ്ട്, രേവതി എന്തിനാ എന്റെ കാര്യങ്ങളെ കുറിച്ചിട്ട് നിങ്ങളുടെ വീട്ടിൽ സംസാരിക്കുന്നത്? ഞാൻ എന്തെങ്കിലും നിന്റെ കാര്യങ്ങൾ എന്റെ വീട്ടിൽ സംസാരിക്കാറുണ്ടോ? നിങ്ങളുടെ അമ്മ എന്തിനാ വന്നിട്ട് എന്നെ അഡ്വൈസ് ചെയ്യുന്നത്? എന്തിനാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആദ്യം പറഞ്ഞു കൊടുക്കുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ശ്രുതി, എന്റെ അമ്മ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഒരച്ഛനില്ലാതെ ഇരിക്കുന്ന സമയത്തുള്ള വേദന എന്താണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിനക്ക് നിന്റെ അച്ഛനെ കുറിച്ച് ഓർത്ത് എന്തോരം സങ്കടം ഉണ്ട് എന്നുള്ള കാര്യം അറിയുന്നത് കൊണ്ടാണ് ആ ഒരു വേദനയോട് കൂടിയിട്ട് അമ്മ നിങ്ങളടുത്ത് കാര്യങ്ങൾ അന്വേഷിച്ചത്. സ്നേഹത്തോടെ ചോദിക്കുന്നതും അതുപോലെ ഒറ്റ കൊടുക്കുന്നതിന്റെ വ്യത്യാസം നിനക്കറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാണ്? രേവതിയുടെ സംസാരം കേൾക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എനിക്കൊന്നും അറിയേണ്ട കാര്യമില്ല. എന്റെ കഷ്ടപ്പാടിനെ കുറിച്ച് നിങ്ങൾ ആരും കൂടുതൽ ആവലാതിപ്പെടേണ്ട കാര്യമില്ല. എന്റെ പേഴ്സണൽ കാര്യങ്ങൾ നിന്റെ വീട്ടിൽ അറിയിക്കുന്ന പണിയുണ്ടല്ലോ അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടുന്ന് പോവാണ്. അതുപോലെ ചന്ദ്രമതിയും പറയുന്നുണ്ട്,
പറഞ്ഞത് കേട്ടല്ലോ, കൈ ചൂണ്ടുകൊണ്ട് പറഞ്ഞത് കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതിയും ശ്രുതിക്ക് പുറകെ പോവുകയാണ്. ഇരിക്കുന്നത് സച്ചി വീട്ടിലുള്ള സമയത്താണ് കേട്ടോ. പക്ഷെ സച്ചി കേൾക്കുന്നില്ല, സച്ചി മുറിയിലാണ്. രേവതി സച്ചിക്ക് അരികിലേക്ക് പോകുന്ന സമയത്ത് ചന്ദ്രമതിക്ക് ആകെ ടെൻഷനാണ് കേട്ടോ. ഇവൾ എന്തിനാ അവന്റെ അടുത്തേക്ക് പോകുന്നത്? ഇനി ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അവന്റെ അടുത്ത് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണോ? പക്ഷെ രേവതിയാണെന്നുണ്ടെങ്കിൽ അമ്മ കൊണ്ടുവന്ന ആ ഡ്രസ്സ് ഉണ്ടല്ലോ, അത് സച്ചിക്ക് കൊണ്ടുപോയി കാണിക്കാനാണ് പോകുന്നത്. സച്ചിയേട്ടാ, ഈ ഡ്രസ്സ് ഇഷ്ടായോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ നിന്റെ അമ്മ മേടിച്ചു തന്നതല്ലേ, നന്നായിട്ടുണ്ട്. സച്ചിയുടെ ഷർട്ട് ആണെന്നുണ്ടെങ്കിൽ ആ കവറിനകത്ത് നിന്ന് എടുത്തിട്ട് ശരീരത്തിൽ വെച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അളവെല്ലാം കറക്റ്റ് അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതെ നന്നായിട്ടുണ്ട്, സച്ചേട്ടന് ഈ കളർ നന്നായിട്ട് ചേരുന്നുണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ നിന്റെ സാരിയും നന്നായിട്ടുണ്ട്, ഞാനത് വന്ന ഉടനെ തന്നെ കണ്ടു, നന്നായിട്ടുണ്ട്. എന്തായാലും നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഈ ഡ്രസ്സ് ഇടണം എന്നുള്ള കാര്യം പറയാണ് കേട്ടോ. നിന്റെ അമ്മയുടെ അടുത്ത് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞാ പോരെ, നമ്മള് അങ്ങോട്ട് പോകണമെന്ന് ചോദിക്കുമ്പോ അതെന്താ സച്ചേട്ടാ, എന്റെ വീട്ടിലേക്ക് സച്ചേട്ടൻ വരില്ലേ? അവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത മുഖങ്ങളൊക്കെ കാണേണ്ടി വരും എന്ന് പറയുമ്പോ എന്റെ അനിയനെ കുറിച്ചല്ലേ സച്ചേട്ടൻ പറഞ്ഞത്? ഇനിയും എത്ര നാളാണ് നിങ്ങൾ രണ്ടുപേരും സംസാരിക്കാണ്ടിരിക്കുക? എന്തായാലും നടക്കേണ്ടതൊക്കെ നടന്നു എന്ന് പറഞ്ഞിട്ട് അത് വിട്ടുകളഞ്ഞ് സമാധാനമായിട്ട് ജീവിച്ചാ പോരെ. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും സച്ചേട്ടന്റെ അനിയനല്ലേ അവൻ. ഇതെല്ലാം ചന്ദ്രമതി പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. ഏട്ടൻ എന്നുള്ള മര്യാദ അവൻ എനിക്ക് തരുന്നുണ്ടോ? ഇപ്പോഴും ആന്റണിയുടെ കൂടെ തന്നെയല്ലേ അവൻ ജോലി നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് സച്ചേട്ട ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും അവൻ കേൾക്കില്ല. എന്തായാലും പഠിപ്പെല്ലാം കഴിഞ്ഞതിന് ശേഷം അവൻ വേറെ ജോലിക്ക് പോയിക്കോളും. ശരത്ത് എന്തായാലും മോശമായിട്ടുള്ള ജോലിക്കൊന്നും പോകില്ല. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പിണങ്ങി നിൽക്കുന്നത് കാണുമ്പോ എനിക്കാണ് ഭയങ്കരമായിട്ട് വിഷമാകുന്നത്. അവൻ ചെറിയ കുട്ടിയല്ലേ, അതും അച്ഛനില്ലാത്ത കുട്ടി. ആ ഇടത്ത് ഇപ്പൊ സച്ചേട്ടനല്ലേ ഉള്ളത്. പഴയ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് എന്റെ വീട്ടിലേക്ക് വാ സച്ചിയേട്ടാ. ഇത് കേൾക്കുമ്പോ സച്ചി പാതി മനസ്സിൽ ഇങ്ങനെ ഓക്കെ എന്നുള്ള മട്ടിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് നമ്മുടെ രേവതി പുറത്തേക്ക് വരികയാണ്. അപ്പോഴാണ് ചന്ദ്രമതി അവിടെ നിൽക്കുന്നത്. രേവതിയെ കണ്ട ഉടനെ തന്നെ അവിടെ ഇങ്ങനെ എന്തോ നോക്കുന്ന പോലെയൊക്കെ ഓരോരോ ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും രേവതി അമ്മ എന്ന് പറഞ്ഞും കണ്ട് മുന്നിൽ പോയി നിൽക്കുവാണ് കേട്ടോ. ഞാന് ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും നിങ്ങളുടെ മകന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഈ വീടിന്റെ സമാധാനമാണ് എനിക്ക് ആവശ്യം. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞ് സച്ചിന്റെ അടുത്ത് പോയിട്ട് പ്രശ്നം ഉണ്ടാക്കാനും പോകുന്നില്ല. എന്റെ അമ്മ സാധാരണ പോലെ പറഞ്ഞതാണ്. അതൊരു വലിയ വിഷയമാക്കിയിട്ട് എന്റെ അമ്മയെ നാണം കെടുത്തുന്ന രീതിയിലാണ് ഇവിടുന്ന് പറഞ്ഞു വിട്ടത്. അമ്മയ്ക്ക് ചിലപ്പം എന്റെ കുടുംബത്തിന് വിലയൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഞാൻ കാരണം ഈ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ആ ഭയം അമ്മയ്ക്ക് വേണ്ട എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ചന്ദ്രമതി ആകെ ഇല്ലാണ്ടാവുന്നുണ്ട് കേട്ടോ. തുടർന്ന് പിറ്റേ ദിവസമാണ് കേട്ടോ കാണിക്കുന്നത്. സച്ചി രാവിലെ എവിടെ പുറത്തു പോയിട്ട് വരികയാണ്. വരുമ്പോ തന്നെ ലക്ഷ്മി മേടിച്ചു കൊടുത്ത ആ ഷർട്ടില്ലേ അത് ഇട്ടിട്ടാണ് കേട്ടോ സച്ചി വരുന്നത്. രേവതി രേവതി എന്ന് വിളിച്ചുകൊണ്ട്, രേവതിയാണെന്നുണ്ടെങ്കിൽ പൂജാമുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ. പൂജാമുറിയിൽ പ്രാർത്ഥിച്ചു നിൽക്കുവാണ് രേവതി എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് സച്ചി ആ വാതിക്ക് തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത് കണ്ട രേവതി സച്ചേട്ടാ ഇങ്ങോട്ട് വാ, എന്നിട്ട് നെറ്റിയിലാണെന്നുണ്ടെങ്കിൽ നെറ്റിയിൽ ആകെ മൊത്തം ഭസ്മം കൊണ്ടുപോയി അങ്ങ് വാരി തേക്കുകയാണ് കേട്ടോ. ഇപ്പൊ നീ എന്തിനാ ഭസ്മം എന്റെ നെറ്റിയിൽ തേച്ച് എന്നുള്ള കാര്യത്തെ കുറിച്ച് ചോദിക്കുമ്പോ എന്റെ ഭർത്താവായി പോയില്ലേ, അപ്പോ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവണ്ടേ? നന്നായിട്ട് സംസാരിക്കാൻ നീ പഠിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുമ്പോ ഒരു വർഷമായില്ലേ നിങ്ങളുടെ കൂടെ ജീവിക്കാൻ വേണ്ടി തുടങ്ങിയിട്ട്, അങ്ങനെ പഠിച്ചതാണ്. അല്ലെങ്കിൽ എന്താ നിനക്ക് സംസാരിക്കാൻ അറിയില്ലേ? നീ എന്താ സാധാരണ ആളാണോ? ഒന്ന് ഒച്ച വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് നാട്ടുകാർ മൊത്തം കേൾക്കും. ഞാന് കത്തി വെച്ചിട്ട് വരെ അടി ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ നിന്റെ കത്തി കേൾക്കാനാണ് ഭയങ്കര കഷ്ടം. ഇപ്പൊ എന്താ നിങ്ങൾ എന്റെ കൂടെ അടി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണെന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഞാൻ എന്തിനാ രേവതി നിന്റെ കൂടെ അടി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്, അതും നല്ലൊരു ദിവസമായിട്ട്? ഓഹോ, അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ ഓർമ്മയുണ്ടല്ലേ? പിന്നെ എങ്ങനെ ഓർമ്മയില്ലാതിരിക്കുക? നമ്മൾ ഇന്നലെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നില്ലേ? അതല്ല, നിങ്ങൾ ഉറങ്ങി എണീറ്റപ്പോ തന്നെ മറന്നുപോയോ എന്ന് ഞാൻ വിചാരിച്ചു പോയി. എനിക്ക് അത്ര ഓർമ്മക്കുറവൊന്നുമില്ല. ശരി, അതൊക്കെ ഇരിക്കട്ടെ. നിങ്ങൾ രാവിലെ തന്നെ പറയാതെ എവിടെ പോയിട്ട് വരുവാണ്? എല്ലാത്തിനും ഒരു കാരണമുണ്ട്. നീ വാ എന്ന് പറഞ്ഞിട്ട് രേവതിയുടെ കൈ പിടിച്ചിട്ട് അച്ഛ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും രവി പുറത്തേക്ക് വരുന്നുണ്ട്. എടാ, രാവിലെ തന്നെ നീ എവിടെ പോയതായിരുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായിരുന്നു അച്ഛാ, അച്ഛനൊന്ന് ഇങ്ങോട്ട് വന്ന് നിൽക്കുമെന്ന് പറയുകയാണേ. അപ്പോഴേക്കും അമ്മ എവിടെ എന്നുള്ള കാര്യം കൂടി സച്ചി ചോദിക്കുന്നുണ്ട്. ചന്ദ്രേ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് രവി വിളിക്കുകയാണേ. അരികിലേക്ക് വരുമ്പോ ദാ നീ ഇവിടെ അരികിൽ വന്ന് നിൽക്കുക എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോഴേക്കും എന്തിനു എന്നുള്ള കാര്യം ചോദിക്കുകയാണ് ചന്ദ്ര. അത് അവൻ പറഞ്ഞത് കേട്ടില്ലേ, ഇവിടെ വന്ന് നിൽക്ക്. എന്നിട്ട് പോക്കറ്റിൽ നിന്നും ഒരു സാധനം എടുത്തിട്ട് തുറക്കാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ അച്ഛമ്മ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് കേട്ടോ. രവി എന്ന് പറഞ്ഞു വിളിക്കുമ്പോഴേക്കും അച്ഛമ്മ വന്നല്ലോ എന്നുള്ള കാര്യം പറഞ്ഞ് ഓടി ചെന്നിട്ട് അച്ഛമ്മ എടുത്ത് പൊക്കുകയാണ് കേട്ടോ സച്ചി. അപ്പോഴേക്കും രവി പറയുന്നുണ്ട്, എടാ താഴെ നിർത്തടാ എന്ന്. തുടർന്ന് ശ്രുതിയും എല്ലാവരും വരുന്നുണ്ട് കേട്ടോ അങ്ങോട്ട്. ഞാൻ എപ്പോ വന്നു കഴിഞ്ഞാലും നീ ഇങ്ങനെ തന്നെയാണല്ലോടാ, ഞാന് ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട് ഇപ്പൊ ഭയപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം പറയുമ്പോ എന്താ അച്ഛമ്മ അങ്ങനെ പറഞ്ഞത്? ഞാൻ അച്ഛമ്മ എടുത്ത് താഴെ ഇടുമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് രേവതിയെ കാണുമ്പോഴേക്കും അച്ഛമ്മ പറയുന്നുണ്ട്, മോളെ നിനക്ക് സുഖമല്ലേ എന്നുള്ള കാര്യം. അതെ അച്ഛമ്മേ, അച്ഛമ്മ വരുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞതേ ഇല്ലല്ലോ എന്റെ അടുത്ത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും അത് ശരിയാണല്ലോ, അമ്മ വരുന്നതിനെ കുറിച്ചിട്ട് നിങ്ങളും എന്റെ അടുത്ത് പറഞ്ഞില്ലെന്ന് രവിയുടെ അടുത്ത് ചോദിക്കുമ്പോ അതെന്താ ചന്ദ്രേ, ഞാൻ നിന്റെ അടുത്ത് അനുമതി ചോദിച്ചിട്ട് വേണോ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്? അയ്യോ അമ്മേ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് ചോദിച്ചതല്ല. നീ എന്ത് ഉദ്ദേശത്തിലാ ചോദിക്കുക എന്നുള്ള കാര്യം എനിക്കറിയില്ലേ ചന്ദ്രേ. രവി മോനെ സുഖമല്ലേ എന്നുള്ള കാര്യം
ചോദിക്കുമ്പോൾ അമ്മേ ഞാൻ സുഖമായിട്ടിരിക്കുന്നു. തുടർന്ന് ശ്രുതിയുടെ അടുത്ത് സുഖാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ അച്ഛമ്മേ. അല്ല ശ്രുതി, നിന്റെ ഭർത്താവ് എന്തെങ്കിലും ജോലിക്ക് പോകാൻ തുടങ്ങിയോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സ്വന്തമായിട്ട് അച്ഛമ്മേ ബിസിനസ് ആരംഭിക്കാൻ വേണ്ടി പോവാണെന്ന് പറയാണ് കേട്ടോ. അത് കേട്ട ഉടനെ തന്നെ ശ്രുതി പറയുന്നതിന് തുടർച്ചയായിട്ട് ശ്രുതിയും പറയുന്നുണ്ട് അതെ അച്ഛമ്മേ, ഞാനൊരു ഷോറൂം ഓപ്പൺ ആക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും എടാ നിർത്ത്, അച്ഛമ്മ ഇപ്പൊ വന്നതേ ഉള്ളൂ, അതിനു മുമ്പ് തന്നെ നിന്റെ വലിയ പെരുമയും പുരാണൊന്നും ആരംഭിക്കല്ല. അപ്പോഴേക്കും ശ്രുതി ചമ്മുന്നുണ്ട് കേട്ടോ. അച്ഛമ്മ എന്തായാലും നല്ല ദിവസമാണ് വന്നിരിക്കുന്നത്, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താന്നുള്ള കാര്യം അറിയുമെന്ന് സച്ചി ചോദിക്കുമ്പോ എല്ലാം അറിയാടാ, നിന്റെ കല്യാണ ദിവസം അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വന്നതാടാ. എടാ ഈ ഷർട്ട് നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. ആണോ അച്ഛമ്മേ? ഇത് രേവതിയുടെ അമ്മ മേടിച്ചു തന്നതാണ്. ശ്രീകാന്ത് അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട് കേട്ടോ അച്ഛമ്മയുടെ ശബ്ദം കേട്ടുകൊണ്ട്. അച്ഛമ്മേ സുഖാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ആടെ സുഖാണ്. അപ്പോഴേക്കും വർഷ വന്നിട്ട് അച്ഛമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. രണ്ടുപേർക്കും സുഖമല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതേ എന്ന് പറയാണ്. തുടർന്ന് സച്ചി പറയുന്നുണ്ട് അച്ഛമ്മേ, അപ്പോ ഞങ്ങളുടെ കല്യാണ ദിവസം എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് അച്ഛമ്മ വന്നതാണല്ലേ, അല്ലാണ്ട് പിന്നെ നിങ്ങളെ പോലെ എല്ലാവരും മറക്കുന്നാണോ കരുതിയത്? അച്ഛമ്മേ, ഇന്നലെ രാത്രി വരെ സച്ചേട്ടന് അത് ഓർമ്മയില്ലായിരുന്നു. മോളെ, അവൻ അങ്ങനെ മറക്കുന്നവനൊന്നുമല്ല, ചുമ്മാ നിന്റെ അടുത്ത് കളിക്ക് വേണ്ടിട്ട് അവൻ ഓരോന്ന് കാണിച്ചതായിരിക്കും. അങ്ങനെ പറഞ്ഞു കൊടുക്ക അച്ഛമ്മ. എനിക്ക് വേണ്ടി സംസാരിക്കാനും എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനും അച്ഛമ്മ മാത്രമേ ഉള്ളൂ. അച്ഛമ്മേ, ഞാനിന്ന് രേവതിയും കൂട്ടിയിട്ട് അങ്ങോട്ട് വരണമെന്ന് കരുതിയതാണ്. തുടർന്ന് രവി പറയുന്നുണ്ട് അമ്മേ, വരുന്ന കാര്യത്തെക്കുറിച്ച് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ സച്ചിയെ പറഞ്ഞു വിടില്ലായിരുന്നോ? അത് രവി പെട്ടെന്ന് തന്നെ വന്നിട്ട് രണ്ടുപേരെയും ഒന്ന് സർപ്രൈസ് ആക്കണം എന്നുള്ള കാര്യം വിചാരിച്ചു എന്ന് പറയാണ്. അങ്ങനെ സംസാരിക്കുന്നതിനിടയ്ക്കാണ് അച്ഛമ്മ സച്ചിയുടെ കയ്യില് ഒരു കാര്യം കാണുന്നത്. ഇതെന്താടാ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് അച്ഛമ്മ. അയ്യോ അച്ഛമ്മേ, ഇത് മറന്നുപോയി, ഇന്ന് ഞങ്ങളുടെ കല്യാണ ദിവസമല്ലേ, അതുകൊണ്ട് രേവതിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു മോതിരം മേടിച്ചു. എങ്ങനെയുണ്ടെന്നുള്ള കാര്യം കാണിച്ചിട്ട് ചോദിക്കാണ് കേട്ടോ. അപ്പോഴേക്കും ചന്ദ്രമതി വാ പൊളിച്ചിട്ട് എന്നുള്ള മട്ടിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. എങ്ങനെയുണ്ടെന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് അച്ഛമ്മയുടെ കയ്യിലേക്ക് ആ മോതിരം കൊടുക്കുന്നുണ്ട്. അച്ഛമ്മ അത് മേടിച്ചു നോക്കുന്നുണ്ട്. എന്നിട്ട് എങ്ങനെയുണ്ടെന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോ സച്ചി നീയാണോടാ ഇതൊക്കെ ചെയ്യുന്നത്? എന്താ അച്ഛമ്മ അങ്ങനെ ചോദിച്ചത്? മുമ്പൊക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിന്റെ അടുത്ത് പറഞ്ഞു ചെയ്യിപ്പിക്കണമായിരുന്നു. ഇപ്പോ നീയെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് മേടിച്ചില്ലേ? രവി ഇവൻ നന്നായിട്ട് മാറിയിട്ടുണ്ടെന്നുള്ള കാര്യം പറയുമ്പോ രേവതിയെ പോലെ ഒരു പെൺകുട്ടിയെ ജീവിതത്തിൽ കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാലും എങ്ങനത്തെ ആളും നല്ല ഉത്തരവാദിത്തമുള്ള ആളായിട്ട് മാറും. അച്ഛ, ഞാൻ മാറിയിട്ടൊന്നുമില്ല, സച്ചി എന്നും അതേ സച്ചി തന്നെയാണ്. എടാ, ഭാര്യ നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മാറണോ എന്നുള്ള കാര്യം അച്ഛമ്മ പറയുമ്പോഴേക്കും ചന്ദ്രമതിക്ക് ഭയങ്കര സംശയമാണ് കേട്ടോ. അപ്പോ അമ്മ പറഞ്ഞത് ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് ഭർത്താവ് മാറണമെന്നാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് സംശയം ചോദിക്കാണ് കേട്ടോ ചന്ദ്രമതി. എന്താ നിന്റെ ചെവിക്ക് കേൾവിയില്ലേ ചന്ദ്രേ? നല്ല കാര്യത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മാറണമെന്നാണ് പറഞ്ഞത്. കുടുംബത്തിന് മോശമായിട്ട് വരുന്ന കാര്യങ്ങൾ ആര് പറഞ്ഞു കഴിഞ്ഞാലും അത് കേൾക്കരുത്. ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു ചന്ദ്രയെന്ന് ചോദിക്കാണ് കേട്ടോ രവി. അപ്പോഴേക്കും മുഖം അങ്ങ് തിരിച്ചു പിടിക്കുന്നുണ്ട് ചന്ദ്ര. തുടർന്ന് സച്ചി വീണ്ടും ചോദിക്കുന്നുണ്ട് അച്ഛമ്മേ, മോതിരം നന്നായിട്ടുണ്ടോ എന്നുള്ള കാര്യം. നന്നായിട്ടുണ്ടടാ, രാമനെയും സീതനെയും ചേർത്ത് വെച്ചത് ഒരു മോതിരമാണ്. അതുപോലെ തന്നെ ഈ മോതിരം എപ്പോഴും നിങ്ങൾ രണ്ടുപേരും ചേർത്ത് വെക്കണം. അച്ഛമ്മ എന്നാ അവളുടെ കയ്യിൽ അത് ഇട്ടുകൊടുക്കെന്ന് പറയുമ്പോ ഇന്ന് നിങ്ങളുടെ കല്യാണ ദിവസമല്ലേ, അതുകൊണ്ട് സച്ചി തന്നെ രേവതിക്ക് ഇട്ടുകൊടുക്കണം. അത് കേൾക്കുമ്പോൾ രവിയും പറയുന്നുണ്ട് എടാ അമ്മ പറഞ്ഞത് കേട്ടില്ലേ, അതുപോലെ തന്നെ ചെയ്യേ. അപ്പോഴേക്കും സച്ചിയാണെന്നുണ്ടെങ്കിൽ അച്ഛമ്മയുടെ കയ്യിൽ നിന്നും ആ മോതിരം മേടിച്ചിട്ട് രേവതിയുടെ കയ്യിൽ അണിയിച്ചു കൊടുക്കുവാണ് കേട്ടോ. രേവതിയുടെ കയ്യിലിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്ന് മൂളലോട് കൂടിയിട്ട് പറയാണ് കേട്ടോ രേവതി. കണ്ടില്ലേ അച്ഛമ്മ, അവളുടെ സന്തോഷം മോതിരത്തുനിന്ന് കണ്ണെടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ സ്വർണം കണ്ടിട്ടുള്ള സന്തോഷമൊന്നുമല്ല സച്ചിയേട്ടാ. എന്തായാലും നിങ്ങൾ കാര്യം ഓർത്തിട്ട് എനിക്ക് വേണ്ടിയിട്ട് മേടിച്ചു തന്നില്ലേ, ആ സന്തോഷമാണ്. അത് കഴിഞ്ഞിട്ട് ചന്ദ്രമതിയുടെയും അതുപോലെ തന്നെ രവിയുടെയും ആശീർവാദം മേടിക്കുന്നുണ്ട് കേട്ടോ സച്ചി. ആശീർവാദം മേടിക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രമതിയുടെ അടുത്ത് വന്ന് നിൽക്കാൻ വേണ്ടി രവി പറയുമ്പോഴേക്കും ചന്ദ്രമതി അവിടെ അങ്ങനെ മടിച്ചു നിൽക്കുകയാണ് കേട്ടോ. അത് കണ്ട ഉടനെ തന്നെ അച്ഛമ്മ ചോദിക്കുകയാണ് എന്താ ചന്ദ്രേ, നിന്റെ കാലിന് അടി എന്തെങ്കിലും കൊണ്ടോ? പിന്നെ നീ എന്താ അവിടെ തന്നെ നിൽക്കുന്നത്? മര്യാദയ്ക്ക് പോയിട്ട് രണ്ടുപേരെയും അനുഗ്രഹിക്ക്. അത് കേൾക്കുമ്പോ ചന്ദ്ര പോയി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നീണ്ട ആയുസോട് കൂടിയിട്ട് എന്നും ഇതുപോലെ സന്തോഷമായിട്ട് ഇരിക്കണം എന്ന് രവി പറയാണ് ആശീർവദിച്ചുകൊണ്ട്. ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ഒറ്റ വാക്കിൽ നന്നായി ഇരിക്കണം എന്ന് പറയാണ്. അതും അത്ര ഒരു തെളിച്ചില്ലാത്ത പോലെ. നീ എന്താ വെറും വായോട് അതൊക്കെ പറഞ്ഞത്? മരുമകളെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുത്തുകൊണ്ട് അത് പറയാൻ വേണ്ടി പറയാണ്. അപ്പോഴേക്കും അമ്മ പറഞ്ഞത് കേൾക്കാതിരിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. രേവതിയുടെ അടുത്ത് വാ ഇങ്ങോട്ടെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. എന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുത്തിട്ട് പറയാണ് കേട്ടോ. ആദ്യം കെട്ടിപ്പിടിക്കുക മാത്രമാണ് ചെയ്തത്, എന്നാ അച്ഛമ്മ പറയുന്നത് പ്രകാരം തന്നെ നെറ്റിയിൽ ഉമ്മയും കൊടുക്കുന്നുണ്ട് കേട്ടോ ചന്ദ്ര. അത് കണ്ടിട്ട് സൂപ്പർ എന്ന് പറഞ്ഞിട്ട് സച്ചി കൈ ഒട്ടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആശീർവദിക്ക് അച്ഛമ്മ എന്ന് പറഞ്ഞിട്ട് കാലിൽ വീഴുന്നുണ്ട്. ഞാനും അച്ഛമ്മയെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ തരുമെന്ന് പറഞ്ഞിട്ട് അതുപോലെ ചെയ്യുന്നുണ്ട് കേട്ടോ. രേവതിയും അതുപോലെ അച്ഛമ്മയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോ അച്ഛമ്മ രേവതിക്ക് ഉമ്മ കൊടുക്കുവാണ്. ഇതൊന്നും കണ്ടിട്ട് ചന്ദ്രയ്ക്ക് അത്ര സഹിക്കുന്നില്ല. ചന്ദ്രമതി നേരെ ചെയറിൽ പോയി ഇരുന്നിട്ട് മുഖം തിരിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ആശീർവാദം കൊടുത്തതിന് ശേഷം പറയുന്നുണ്ട് അടുത്ത വർഷം ഇതുപോലെ തന്നെ 3 പേരും കൂടി ചേർന്ന് ആശീർവാദം മേടിക്കണം എന്നുള്ള കാര്യം പറയുമ്പോ അതിനെന്തിനാ അച്ഛമ്മ അതുവരെ വെയിറ്റ് ചെയ്യുന്നത്? എടാ ശ്രീകാന്തെ വന്ന് നിക്കട എന്നുള്ള കാര്യം പറയുമ്പോ ഇവനെ കൊണ്ട് ഒരു കാര്യം എല്ലാം അവന് തെളിച്ച് പറഞ്ഞു കൊടുക്കണം. നിങ്ങള്
ഒരു കുഞ്ഞുമായിട്ട് വേണം ആശീർവാദം മേടിക്കാൻ എന്നാ പറഞ്ഞത്. അപ്പോഴേക്കും ചന്ദ്രമതി ഒരുമാതിരി എന്നൊക്കെ പറഞ്ഞിട്ട് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇത് കേട്ട ഉടനെ തന്നെ അച്ഛമ്മ പറയുന്നുണ്ട്, ചന്ദ്രേ നീ എന്താ വിചാരിക്കുന്നെന്നുള്ള കാര്യം എനിക്കറിയാം. മൂത്തവരുള്ള സമയത്ത് എന്തിനാണ് ഇവർക്ക് ധൃതി എന്നുള്ള കാര്യമല്ലേ. അവൾ ചിലപ്പോൾ മൂത്ത മരുമകളായിരിക്കും, പക്ഷെ ഈ വീട്ടിലേക്ക് കയറി വന്ന ആദ്യത്തെ മൂത്ത മരുമകൾ രേവതിയാണ്. സച്ചിക്കും രേവതിക്കുമാണല്ലോ ആദ്യം കല്യാണം നടന്നത് എന്ന് കരുതിയിട്ട് ശ്രുതിക്കും ആദ്യം കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ വേണ്ടി പാടില്ല എന്നുണ്ടോന്ന് ചന്ദ്രമതി ചോദിക്കുകയാണ്. ഇപ്പൊ ആരാ വേണ്ടാന്ന് പറഞ്ഞത്? ഇവർക്ക് രണ്ടുപേർക്കും ആദ്യം കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ എനിക്ക് സന്തോഷം തന്നെയാണ്. ഞാൻ എന്റെ മക്കളെയും മരുമക്കളെയും പേരക്കുട്ടിയും എല്ലാവരും ഒരുപോലെ കാണുന്നത്, അല്ലാതെ നിന്റെ പോലെയല്ല. ഞാൻ പറഞ്ഞ കാര്യം എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ആദ്യം കുഞ്ഞു പിറക്കുന്നവർക്ക് എന്റെ സ്വത്തുക്കൾ ഞാൻ എഴുതി വെക്കും. ഇന്ന് ഇവരുടെ വിവാഹ വാർഷികമായിട്ട് പ്രത്യേകിച്ച് ഒരുക്കങ്ങളൊന്നും ഇല്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇന്ന് വൈകുന്നേരം എല്ലാവർക്കും ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം പറയാണ് കേട്ടോ. അതിനു മുമ്പായിട്ട് രേവതിയുടെ വീട്ടില് നിങ്ങൾ രണ്ടുപേരും പോയിട്ട് വാ എന്നുള്ള കാര്യം സച്ചിയുടെ അടുത്ത് പറയുന്ന സമയത്ത് അച്ഛ അവിടേക്ക് പോണോ എന്നുള്ള കാര്യം ചോദിക്കാണ് കേട്ടോ. അവര് വന്ന് വിളിച്ചതല്ലേ, പോയേ പറ്റുള്ളൂ. അയ്യോ അച്ഛമ്മ വന്നല്ലോ അതുകൊണ്ട് പോകുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞ് സച്ചി ഒഴിഞ്ഞു മാറാൻ വേണ്ടി ശ്രമിക്കുമ്പോ, നിന്റെ അച്ഛനും അമ്മയും എങ്ങനെയാണോ നിനക്ക് പ്രധാനം അതുപോലെ തന്നെയാണ് നിന്റെ ഭാര്യയുടെ അച്ഛനും അമ്മയും. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, നിങ്ങൾ രണ്ടുപേരും പോയിട്ട് വാ. എന്തായാലും അമ്മ വാ, അമ്മ റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് രവി അമ്മയും കൂട്ടിയിട്ട് അകത്തേക്ക് പോവാണ്. സച്ചിയാണെന്നുണ്ടെങ്കിൽ രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട്, നീ പോയിട്ട് റെഡി ആയിട്ട് വാ, ഞാന് താഴെ ഉണ്ടാവുമെന്ന്. അവരെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം ചന്ദ്രമതിയുടെ അടുത്ത് ശ്രുതി ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്താ ആന്റി ഭയങ്കര ഡള്ളായിട്ടിരിക്കുന്നത്? അച്ഛമ്മ നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അമ്മയുടെ മുഖത്തെ ഫ്യൂസ് പോകുന്നു പറയണേ ശ്രുതി. ആ സംസാരം കേൾക്കുമ്പോഴേക്കും ചന്ദ്രമതി ഒരു നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ സുധിയെ. വന്ന ഉടനെ തന്നെ എന്റെ നെഞ്ചത്തോട്ടാ കയറുക. ഇവര് എപ്പോഴാ പോവാന്നുള്ള കാര്യമൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് പ്രാഗിക്കൊണ്ടിരിക്കുമ്പോഴേക്കും, ചന്ദ്രയെ നീ എന്റെ ബാഗ് എടുത്തോണ്ട് വാ എന്ന് പറയുമ്പോഴേക്കും ഇരുന്നവിടുന്ന് സ്പീഡിൽ എണീറ്റിട്ട് ഇതാ വരുന്ന അമ്മയെന്ന് പറഞ്ഞിട്ട് ബാഗ് എടുത്തുകൊണ്ട് ഓട്ടി പോവാണ് കേട്ടോ. പോകുന്ന സമയത്ത് സുധിയെ തള്ളിയിട്ടിട്ടൊക്കെയാണ് കേട്ടോ പോകുന്നത്. ഇതാ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട്